ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നലെ ശ്ലോകം 22 വരെ പഠിച്ചു. 23-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പൊ നമുക്ക് നോക്കാം. ശ്ലോകം 23, അധ്യായം 10, സ്കന്ധം 1. സവാ അയം യത് പദമത്ര സൂരയോ ജിതേന്ദ്രിയാ നിർജിതമാതരീശ്വനഃ പശ്യന്തി ഭക്തി ഉത്കലിതാത്മലാത്മനാ നാനോ ഏഷാ സത്വം പരിമാർഷ്ടുമർഹതി. ഗുരുഭ്യോ നമോ ഭഗവതേ വാസുദേവായ. സവാ അയം യത്പദമത്ര സൂരയോ ജിതേന്ദ്രിയാ നിർജിതം ആദരീശനഃ പശ്യന്തി ഭക്തിത്കലിതാമലാത്മനാ നേഷാ സത്വം പരമാഷ്ടു അർഹതി. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. കർക്കശമായ ഭക്തിയുത സേവനത്താലും ജീവിതത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണത്താലും ഭൗതിക ബോധത്തിൽ നിന്നു പൂർണ്ണമായി പരിശുദ്ധമായ മഹാഭക്തർക്ക് ആരുടെ അതീന്ദ്രിയ രൂപമാണോ അനുഭവവേദ്യമാകുന്നത് ആ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് ഇവിടെ സന്നിഹിതനായുള്ളത്. ഒരുവന്റെ അസ്തിത്വത്തെ പവിത്രീകരിക്കാനുള്ള ഏക മാർഗം അത് തന്നെയാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ ഭഗവാനെ കുറിച്ച് പറയുന്നതാണ്. ഈ ശ്ലോകങ്ങളെല്ലാം ഭഗവാനെ സ്തുതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നലെയും നമ്മൾ അതായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പറയുന്നു, ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ, അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ്. അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഭക്തരാണ്. പരിശുദ്ധ ഭക്തർക്ക് എങ്ങനെ ഭഗവാന്റെ ആ രൂപത്തെ ശരിയായിട്ടുള്ള ഭാവത്തിൽ കാണുവാനും അനുഭവിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് പരിശുദ്ധ ഭക്തർ അല്ലെങ്കിൽ നല്ല ഭക്തർ അവരുടെ ഭക്തി കാരണം, ഭക്തിയിലൂടെ, അവരുടെ അചഞ്ചലമായിട്ടുള്ള ഭക്തിയിലൂടെ അവർക്ക് ഭഗവാനെ തിരിച്ചറിയുവാനും ഭഗവാന്റെ രൂപം കാണുവാനും അല്ലെങ്കിൽ രൂപത്തെ ശരിക്കും അനുഭവിക്കാനും സാധിക്കുന്നു. കാണുന്നതും അനുഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദുര്യോധനനും ഭഗവാന്റെ രൂപം കണ്ടിട്ടുണ്ട്, കർണനും ഭഗവാന്റെ രൂപം കണ്ടിട്ടുണ്ട്, കംസനും കണ്ടിട്ടുണ്ട്, ശിശുപാലനും കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ അനുഭവം എങ്ങനെയായിരുന്നു? മറിച്ച് പാണ്ഡവരെ നോക്കിക്കഴിഞ്ഞാലും കൃഷ്ണന്റെ സുഹൃത്തുക്കളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഗോപികമാരെ നോക്കുകയാണെങ്കിലും ബാക്കിയുള്ള ഭഗവാന്റെ ഏത് ഭക്തരെ വേണമെങ്കിൽ എടുത്തോളൂ, അവരുടെ അനുഭവവും ദുര്യോധനാദികളുടെയും അല്ലെങ്കിൽ കംസന്റെയും ശിശുപാലന്റെയും അനുഭവം തമ്മിൽ വ്യത്യാസമുണ്ട്. രൂപം കാണുക എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ട് കാണുന്നത് മാത്രമല്ല, അത് ഉള്ളിൽ അത് അനുഭവിക്കുന്നത് അത് ഭക്തർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാര്യം ഭഗവാനെ അംഗീകരിക്കുന്നത് ആരാണോ അവർക്കാണ്. കാര്യം കംസനും ശിശുപാലനും ഒന്നും ഭഗവാനോട് അസൂയയും പേടിയും ആ പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ളത് ആ ഒരു പൊസിഷനെ അംഗീകരിക്കാൻ തന്നെ അവർക്ക് മടിയായിരുന്നു. ദുര്യോധനും അങ്ങനെ തന്നെ. ദുര്യോധനൻ പറഞ്ഞു, നീ മായാജാലക്കാരനാണെന്ന് പറഞ്ഞു. വിശ്വരൂപം പോലും കാണിച്ചു കൊടുത്തു. എന്നിട്ട് പോലും അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അചഞ്ചലമായിട്ടുള്ള അനന്യമായിട്ടുള്ള ഭക്തിയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇവർ പറയുന്നത്. ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ പറയുന്നതാണ്. അതേ ഭഗവാനാണ്, അതായത് വരിഷ്ഠരായിട്ടുള്ള ഭക്തർ ഭഗവാനെ തിരിച്ചറിയുന്നു, കാണുന്നു. അതേ ഭഗവാൻ തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം ഈ ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ എല്ലാവരും ഭക്തരാണ്. അവരെല്ലാവരും പരിശുദ്ധ ഭക്തരാണ്. അതുകൊണ്ടാണ് അവർക്കിത് തിരിച്ചറിയുന്നതും ഭഗവാനെ സ്തുതിക്കുവാൻ സാധിക്കുന്നതും ഒക്കെ. സാധാരണ സ്ത്രീകളായിട്ട് നമ്മൾ കാണാൻ പാടില്ല. അപ്പോൾ ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, അതൊരു ചെടിയാവട്ടെ, മരമാവട്ടെ, കിളിയാവട്ടെ, പക്ഷിയാവട്ടെ, മൃഗമാവട്ടെ,
ഭഗവാന്റെ ലീലയിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാം. കഴിഞ്ഞ ശ്ലോകത്തിന്റെ നമ്മൾ ഭാവാർത്ഥത്തിൽ പറഞ്ഞതുപോലെ നിത്യബദ്ധരോ നിത്യബദ്ധനല്ല നിത്യസിദ്ധരോ സാധനാസിദ്ധരോ ആയിട്ടുള്ളവരായിരിക്കും. സാധനാസിദ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനയിലൂടെ സിദ്ധി ആ സിദ്ധാവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളവര്, അല്ലെങ്കിൽ ആ ഒരു പരിപക്വ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളവര്, അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ അവസരം കൊടുക്കും. ഭഗവാൻ ഭൗതിക ലോകത്തിലേക്ക് വരുന്നു. പല ബ്രഹ്മാണ്ടങ്ങളിലും ഒരേ സമയത്ത് ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനാസിദ്ധരായി വരുന്ന ഭക്തർക്ക് ഭഗവാൻ കൂടെ ഭൗതിക ലോകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, അതായത് ഭൗതിക ലോകത്തിൽ നിന്ന് അവര് ആത്മീയ ലോകത്തിലേക്ക് പോകുന്നേക്കാൾ മുമ്പ് തന്നെ ഭഗവാൻ ഇങ്ങോട്ട് അവതരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് ആ ഒരു മെച്യൂരിറ്റിയും അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷനും ആയിട്ടുള്ള ഭക്തരെ ലീലയിൽ പങ്കെടുപ്പിക്കുന്നു. അവർക്ക് അവസരം കൊടുക്കുന്നു. അതാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, ആ സാധന സിദ്ധരെ ഇവിടെ ലീലകളിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കുന്നു. അതിനുശേഷം ഭഗവാൻ ആ ലീലകൾ അവസാനിപ്പിച്ച് ആത്മീയ ലോകത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ അവരെയും കൊണ്ടുപോകുന്നു. അപ്പോൾ സാധന സിദ്ധരെ അവര് സിദ്ധി നേടി അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് എത്തി അവര് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. അതാണ് ഒരു കാറ്റഗറി. രണ്ടാമത് നിത്യസിദ്ധരായിട്ടുള്ളവര് ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നത് പോലെ തന്നെ ഭഗവാൻ ലീലകൾ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഈ ഭൗതിക ലോകത്തിലേക്ക് വരുമ്പോൾ നിത്യസിദ്ധരായിട്ടുള്ള ഭക്തരും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അവരും പല ലീലകൾക്ക് ഭഗവാന്റെ കൂടെ ഇങ്ങോട്ട് താഴോട്ട് വരുന്നു. ഇവിടെ ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ സാധാരണ സ്ത്രീകളല്ല, അവരെല്ലാവരും പരിശുദ്ധ ഭക്തരാണ്. അതുകൊണ്ടാണ് ഭഗവാനെ കാണുവാനും ഭഗവാന്റെ ആ ഒരു രൂപത്തെ അവർക്ക് അനുഭവിച്ചറിയുവാനും സാധിക്കുന്നത്. ശീലപ്രഭുപാദിന്റെ പർപ്പോട്ട് ഭാവാർത്ഥത്തിൽ ഒരു കാര്യം പറയുന്നു. പിന്നെ അത് മാത്രമല്ല, ശ്ലോകത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭക്തരുടെ കാര്യം, ഭക്തർക്ക് മാത്രമേ, അല്ലെങ്കിൽ ശുദ്ധഭക്തർക്ക് മാത്രമേ ഭക്തിയിലൂടെ മാത്രമേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ അവർ ഭക്തി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നു, അവർ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. ഇന്ദ്രിയങ്ങളെ കീഴടക്കിയിട്ടുള്ളവരായിരിക്കും ഭക്തര്. അപ്പോൾ ഇന്ദ്രിയ സംയമനം എന്നുള്ള കാര്യവും ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ശ്ലോകത്തിൽ. അപ്പോൾ പ്രഭുപാദ് അതുകൊണ്ട് ഭാവാർത്ഥം തുടങ്ങുന്നത് തന്നെ പറയുന്നു, ഭക്തിയിലൂടെയാണ് ഭഗവാനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ അതിൽ ഭക്തർ എന്ന് പറയുമ്പോൾ, ഭക്തി എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം വരുന്നത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ നമുക്ക് ഒരിക്കലും ഒരു ഭക്തനാവാൻ സാധിക്കില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം, നമ്മുടെ ഓരോ ഇന്ദ്രിയവും ഓരോ ദിശയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്കായി. എന്നാൽ അതിനെല്ലാം നിയന്ത്രിച്ച് ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുമ്പോൾ, സവൈ മനകൃഷ്ണ പദാരവിന്ദയോ വാച്ചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സർവീസിൽ ഉപയോഗിക്കും, ഭഗവാന്റെ സേവനങ്ങളിൽ ഉപയോഗിക്കുമ്പോഴാണ്, അങ്ങനെ ഉപയോഗിക്കുന്നവരാണ് പരിശുദ്ധ ഭക്തൻ. അതാണ് ഒരുപാട് ശ്ലോകങ്ങളുണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അതിൽ ഉദാഹരണം അംബരീഷ് മഹാരാജാവിനെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് ഭക്തരുണ്ട്. അവരെല്ലാവരും ഭഗവത് സേവനങ്ങളിലേക്ക് ഓരോ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നു. ഇവിടെ പറയുന്നു, പ്രഭുപാദ് പറയുന്നു, ജിതേന്ദ്രിയ എന്ന് പറയുന്ന വാക്കിനെ ഇവിടെ കുറച്ച് വിവരിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് പറയുന്നു, എങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം. വിശ്വാമിത്ര മുനിയെ ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നു. അതായത് ഒരു അഷ്ടാംഗ യോഗത്തിലൂടെയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് കാര്യമില്ല. കാരണം അത് എപ്പോൾ വേണമെങ്കിലും ആ നിയന്ത്രണം മാറാൻ, അല്ലെങ്കിൽ ആ നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് അത് ലൂസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. പിന്നെ ഇപ്പോൾ അതിന് ഉദാഹരണം ഇവിടെ വിശ്വാമിത്ര മുനിയും മേനകയുടെയും പറയുന്നു. എന്നാൽ ഇതേപോലെ തന്നെ അദ്ദേഹം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഹരിദാസ് ഠാക്കൂറിനെ കുറിച്ച് ഒരു കമ്പാരിസൺ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ശീല ഹരിദാസ് ഠാക്കൂറിനാണെങ്കിൽ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഒന്ന്, ലക്ഷഹീര എന്ന് പറയുന്ന സ്ത്രീ വരുന്നു ഹരിദാസ് ഠാക്കൂറിനെ വശീകരിക്കാൻ വേണ്ടി. രണ്ട്, മായാദേവി തന്നെ വേഷം മാറി വരുന്നു.
ഏത് അവസ്ഥയിലും ഹരിദാസ് ഠാക്കൂർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഒരു അനക്കവും സംഭവിച്ചില്ല. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. മറിച്ച് വിശ്വാമിത്ര മുനിയെ കുറിച്ച് പറയുമ്പോൾ വിശ്വാമിത്ര മുനി വരിഷ്ഠനായിട്ടുള്ള ഒരു ഭക്തനാണ്, സംശയമൊന്നുമില്ല. എന്നാൽ നമ്മളെ പഠിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ലീലകളിലൂടെ. അതായത് അദ്ദേഹം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഗുരുസ്ഥാനത്തുള്ള വ്യക്തിയാണ്, സാധാരണ ഒരു മുനിയല്ല അദ്ദേഹം. എന്നാലും നമ്മളെ പഠിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ലീലകളിലൂടെ. അതുകൊണ്ടാണ് പ്രഭുപാദ് ഇവിടെ എടുത്തു പറയുന്നത് അദ്ദേഹം ആ ഹരിദാസ് ഠാക്കൂറിന്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന, ആ ശുദ്ധ ഭക്തരുടെ കാറ്റഗറിയിൽ വരുന്ന വ്യക്തിയല്ല, തൊട്ട് താഴെ ഒരു യോഗിയായിട്ടാണ്, ഒരു അഷ്ടാംഗ യോഗിയായിട്ടാണ് വിശ്വാമിത്ര മുനി അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ ഭക്തിയുത സേവനങ്ങൾ, ഭക്തിയോഗത്തിന്റെ മഹാത്മ്യം എടുത്തു കാണിക്കാൻ വേണ്ടി പറയുന്നതാണ് ആ ഒരു കമ്പാരിസൺ. അല്ലാതെ വിശ്വാമിത്ര മുനിയുടെ സ്ഥാനം ചെറുതായി കാണുന്നതല്ല. മറിച്ച് ഭക്തിയോഗവും അഷ്ടാംഗയോഗവും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ഭക്തിയോഗമാണ് മുമ്പിലുള്ളത്. ഭക്തിയോഗത്തിലൂടെ ഇന്ദ്രിയങ്ങളെ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്വാഭാവികമായിട്ടും അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. കാര്യം ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൺട്രോളിൽ വരുന്നു മറ്റുള്ളതെല്ലാം. എന്നാൽ അഷ്ടാംഗ യോഗത്തിലാണെങ്കിൽ ഒരുപാട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നിയന്ത്രണം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൈവിട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രഭുപാദ് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. ഭക്തിയുത സേവനങ്ങളിലൂടെയാണ് അങ്ങനെ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗവും ഏറ്റവും നല്ല മാർഗവും. മറ്റുള്ള മാർഗങ്ങളൊക്കെ ചിലപ്പോൾ ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. 24-ാമത്തെ ശ്ലോകം. സവാ അയം സഖ്യ അനുഗീത സത്കതോ വേദേഷു ഗുഹ്യേഷു ച ഗുഹ്യവാദിഭിഃ യ ഏക ഈശോ ജഗദാത്മലീലയാ സൃജത്യവത്യത്തി ന തത്ര സജ്ജത്തെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ വായിക്കട്ടെ പ്രഭുജി. വിദ്യമാതജി വായിക്കൂ ആദ്യം. ശ്ലോകം 24. സവാ അയം സഖ്യനുഗീത സത്കതോ വേദേഷു ഗുഹ്യേഷു ച ഗുഹ്യവാദിഭിഃ യ ഏക ഈശോ ജഗദാത്മലീലയാ സൃജത്യവത്യതി ന തത്ര സജ്ജതേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ പ്രിയ സഖിമാരെ, മഹാഭക്തരാൽ വേദസാഹിത്യങ്ങളുടെ അതീവ രഹസ്യമായ ഭാഗങ്ങളിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന ആകർഷകവും ഗുഹ്യവുമായ ലീലകൾ ആരുടേതാണോ അതേ പരമദിവ്യോത്തമ പുരുഷൻ ഇതുതന്നെയാണ്. ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നതും എന്നിരുന്നാലും അവയാൽ ബാധിക്കപ്പെടാതെ നിലകൊള്ളുന്നതും അദ്ദേഹം മാത്രമാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഇവിടെ പറയുന്നു ഭഗവാന്റെ, അതായത് മുമ്പിൽ നിൽക്കുന്ന ഭഗവാൻ സാധാരണ ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് അവർ എടുത്തു പറയുന്നത്. അങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. സത്കഥ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലകൾ, അതിമനോഹരമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ഒരുപാട് ലീലകളുണ്ട്. പല വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അതിനെക്കുറിച്ച് പറയുന്നു. പരിശുദ്ധ ഭക്തർ അതിനെക്കുറിച്ച് കൂടുതൽ സ്തുതിച്ചുകൊണ്ട് അവരെല്ലാവരും ഭഗവാന്റെ ലീലകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ലീലകളെ കുറിച്ച് പറയുന്നു എല്ലാവരോടും. ആ ലീലകളിലൊക്കെ ചെയ്യുന്ന അതേ ഭഗവാൻ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതേ ഭഗവാൻ തന്നെയാണ് സൃഷ്ടി നടത്തുന്നതും പരിപാലനവും സംഹാരവും ഒക്കെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് എന്നുള്ളത്. ആ ഭഗവാനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, അതായത് വേദങ്ങളും വേദങ്ങളുടെ പല ശാഖകളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഭഗവാന്റെ, അതായത് ശ്രുതി സ്മൃതി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ശ്രുതി എന്ന് പറയുമ്പോൾ വേദാന്ത സൂത്രം, വേദങ്ങൾ എന്ന് പറയും. സ്മൃതി എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ തന്നെ ഒരു ആചാര്യനിലൂടെ അല്ലെങ്കിൽ ഒരു പരിശുദ്ധ ഭക്തനിലൂടെ അത് അവരുടെ സ്മൃതിയായി, അവരുടെ മെഡിറ്റേഷനിൽ ഇതെല്ലാം വരുന്നു. അങ്ങനെ അവര് മുഖേന നമുക്ക് കിട്ടുന്ന ശാസ്ത്രമാണ് സ്മൃതി. ഉദാഹരണത്തിന് വ്യാസദേവൻ എഴുതിയിട്ടുള്ള പുരാണങ്ങളെല്ലാം ഇതിഹാസങ്ങൾ, പുരാണങ്ങളൊക്കെ സ്മൃതിയാണ്.
അപ്പോൾ അതേപോലെ നാരദ മുനിയുണ്ട്, ശുകദേവ് ഗോസ്വാമി, കുമാരന്മാരുടെ പ്രഭാത ഉദാഹരണം പറയുന്നു, കപില മുനി, പ്രഹ്ലാദ, ജനക, ബലി, ഭീഷ്മ, ഇവരെല്ലാവരും ആരാണ്? മഹാജനങ്ങളാണ്. അവരിലൂടെ ഇങ്ങനെയുള്ള വരിഷ്ഠരായിട്ടുള്ള ഭഗവാന്റെ ശക്തിയാവേശ അവതാരങ്ങളും അല്ലെങ്കിൽ മഹാജനങ്ങളും ഒക്കെ അവരിലൂടെ കേൾക്കുന്നത്, അവര് ഭാഗവതം പോലുള്ള അല്ലെങ്കിൽ ഭാഗവതത്തെ കുറിച്ച്, ഭാഗവതം അവര് ആണ് അതിന്റെ അതോറിറ്റി ഉള്ളത്. അവര് ഭഗവാനെ കുറിച്ച് ഉദ്ഘോഷിക്കുന്നു അല്ലെങ്കിൽ സ്തുതിക്കുന്നു. അതാണ് പറയുന്നത്. ലീലകളെ കുറിച്ച്, ഭഗവാന്റെ ലീലകളൊക്കെ അവര് പാടുന്നു, പാടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശുകദേവ് ഗോസ്വാമി എന്താണ് ചെയ്തത്? ഭാഗവതം പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു, ഭഗവാന്റെ ലീലകൾ. അതുപോലെ നാരദമുനി വീണയും എടുത്ത് പല സ്ഥലങ്ങളിലും പോയി ചെയ്യുന്നത് എന്താണ്? അദ്ദേഹം ഭഗവാന്റെ ലീലകൾ, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പരിശുദ്ധ ഭക്തർ ചെയ്യുന്ന കാര്യം. വ്യാസദേവനും പിന്നെ നമുക്കറിയാം, വ്യാസദേവനാണ് ഇതെല്ലാം അദ്ദേഹം ഈ പുരാണങ്ങളും ഭാഗവതവും ഒക്കെ അദ്ദേഹമാണ് കമ്പൈൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇവരെല്ലാവരും പരിശുദ്ധ ഭക്തർ, മഹാജനങ്ങൾ ചെയ്യുന്ന കാര്യം അതാണ്. എല്ലായിടത്തും എല്ലാവരിലേക്കും ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ നാമ രൂപ ഗുണ ലീലകൾ അവര് ഉദ്ഘോഷിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു, കേൾപ്പിക്കുന്നു. ശ്ലോകം 25. യദാഹി അധർമ്മേണ തമോധിയോ നൃപ ജീവന്തി തത്രൈഷ ഹി സത്വത കില ദത്തേ ഭഗം സത്യമൃതം ദയാം യശോ ഭവായ രൂപാണി ദദത് യുഗേ യുഗേ. ഒരാൾ വായിക്കൂ. ഞാൻ അംബിക മാതാജി വായിക്കൂ. അടുത്ത ശ്ലോകം സുവർണപ്രഭ മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 25. യഥാഹ്യധർമ്മേണ തമോധിയോ നൃപ ജീവന്തി തത്രൈഷ ഹി സത്വതഃ കില ദത്തേ ഭഗം സത്യമൃതം ദയാം യശോ ഭവായ രൂപാണി ദദദ്യുഗേ യുഗേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. എപ്പോഴെല്ലാം രാജാക്കന്മാരും ഭരണാധിപന്മാരും അസ്തിത്വത്തിന്റെ നീചഗുണങ്ങളിൽ മൃഗങ്ങളെ പോലെ ജീവിക്കുന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ രൂപത്തിൽ പരമസത്വമായ തന്റെ പരമശക്തിയെ പ്രകടമാക്കുകയും വിശ്വസ്തരായവരോട് സവിശേഷ കരുണ കാട്ടുകയും അത്ഭുതകരമായ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. അപ്രകാരം അദ്ദേഹം ആവശ്യമുള്ളതുപോലെ വ്യത്യസ്ത കാലങ്ങളിലും യുഗങ്ങളിലും വിവിധ അതീന്ദ്രിയ രൂപങ്ങൾ പ്രകടമാക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭഗവാൻ അധർമ്മം, ഇവിടെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറയുന്ന കാര്യം ഇവിടെ എടുത്തു പറയുന്നു. ഓൾറെഡി നമുക്ക് ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭഗവാന്റെ അവതാരങ്ങളുടെ കാരണം ഇപ്പോൾ ഭക്തരെ സന്തോഷിപ്പിക്കുവാനും ഭക്തർക്ക് ലീലയിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കുവാനും അവരെ സംരക്ഷിക്കുവാനും കൂട്ടത്തിൽ ധർമ്മത്തെ സ്ഥാപിക്കുവാനും ഒക്കെയാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്നുള്ളത് ഇവിടെ പറയുന്നു. ആ ഭഗവാൻ, അതായത് ഭഗവാന്റെ അവതാരങ്ങൾ നടക്കുന്നതിന്റെ കാരണങ്ങൾ പറയുന്നു. ഭഗവാൻ അങ്ങനെ അവതാരം എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശക്തി, അദ്ദേഹത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു ശക്തി അത് കാണിക്കുന്നു, എല്ലാവരെയും കാണിച്ചു തരുന്നു. അതേപോലെ ശക്തി മാത്രമല്ല, സത്യം, ഋതം. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഋതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വളരെ സൗമ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രിയമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ സംസാരം. ദയാം, അദ്ദേഹത്തിന്റെ മഹാകൃപ, ദയ. യശഃ, ഭഗവാന്റെ പല അതീന്ദ്രിയമായിട്ടുള്ള ലീലകൾ. ഇതെല്ലാം ഭഗവാൻ പുറത്ത് കാണിക്കുന്നു അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നു ഭഗവാൻ അവതാരം എടുക്കുമ്പോൾ എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ഓക്കെ, ഇവിടെ ശില പ്രഭുപാദ് പറയുന്നു, ഈശോപനിഷത്ത് പറഞ്ഞുകൊണ്ട് പറയുന്നു എല്ലാം ഭഗവാന്റേതാണ് എന്നുള്ളത്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചിത. ആ ശ്ലോകത്തിന്റെ അർത്ഥം ഇവിടെ പ്രഭുപാദ് പറയുന്നു, എല്ലാം ഭഗവാന്റേതാണ്, നമ്മുടേതായിട്ട് ഒന്നുമില്ല.
നമുക്ക് കിട്ടിയിട്ടുള്ള കോട്ട എന്താണോ ആ കോട്ട അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അതെടുക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത്. കാര്യങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കായിട്ടുള്ളതിന്റെ പുറകിൽ നമ്മൾ പോവേണ്ട ആവശ്യമില്ല. എന്താണോ നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത് അത് സ്വീകരിച്ച് സന്തോഷമായി ഇരിക്കുക എന്നുള്ളത്. എന്നിട്ട് പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള നമ്മൾ എല്ലാവർക്കും, അതായത് ഭഗവാന്റെ കൃപയുണ്ട്, ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് ഭഗവാന്റെ കൃപയും നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്നാലും നമ്മൾ അവനവന് അർഹതപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, അതും ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അല്ലാതെ മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ സ്വാർത്ഥത കാണിച്ച് മറ്റുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടിച്ച് അവനവന്റെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും അതൊന്നും ശരിയല്ല എന്നുള്ളത് പ്രഭുപാദ് ഒന്നും കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഭാവാർത്ഥത്തിലൂടെ. പിന്നെ അതേപോലെ തന്നെ പ്രഭുപാദ് പറയുന്നു, ഭഗവാൻ ഇവിടെ അവതരിച്ചു വരുന്നത് ഇവിടെയുള്ള നിത്യബദ്ധരായിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. നിത്യബദ്ധരായിട്ടുള്ള ആളുകൾക്ക്, പല ആളുകൾക്കും, നമ്മളെ പോലുള്ള ആളുകൾക്ക് ഒരുപാട് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി ആണ് ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നത്. ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ടുള്ളതിന്റെ ഉദ്ദേശം എപ്പോഴും പ്രഭുപാദ് പറയാറുണ്ട്, ശാസ്ത്രങ്ങളിൽ പറയുന്നു. ഒന്ന്, ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുള്ള ആളുകളുടെ ആഗ്രഹം നിറവേറ്റാൻ. കൂട്ടത്തിൽ അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഇതിലൂടെ കൊടുക്കുന്നു. ശാസ്ത്രങ്ങളിലൂടെയും, ശാസ്ത്രം പഠിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളും ഭഗവാൻ, അതായത് ഭാഗവതമായിട്ടും നാമമായിട്ടൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത്. നിത്യബദ്ധരായിട്ടുള്ളവരെ നിത്യസിദ്ധരാക്കാൻ വേണ്ടി, രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ്. അപ്പോൾ ഭൗതിക ലോകം ആക്ച്വലി നമ്മുടെ എൻജോയ്മെന്റിന് വേണ്ടി എന്നുള്ള ഉദ്ദേശത്തിലല്ല. അതായത് ഇവിടെ ഉള്ള സമയത്ത് വർണ്ണാശ്രമധർമ്മമൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് നല്ല രീതിയിൽ ജീവിക്കാം. എന്നാൽ ആ ജീവിക്കുന്ന കൂട്ടത്തിൽ തന്നെ, നല്ല രീതിയിൽ ജീവിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഭഗവത് സേവനങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ആ ശരീരം വിടുന്ന സമയത്ത് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു അവസരം കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ ഈ ഒരു ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ പ്രഭുപാദ് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ആരും ഇവിടെ പിന്നെ ഇതൊക്കെ നമ്മുടെയാണ് എന്ന് ധരിക്കണ്ട എന്നുള്ളതും അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. എല്ലാം ഭഗവാന്റെ സമ്മതത്തോടു കൂടിയും ഭഗവാന്റെ നിയന്ത്രണത്തിലും നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയുള്ള ഒന്നും തന്നെ നമ്മുടേതല്ല, എല്ലാം താൽക്കാലികമാണ്. ഇൻക്ലൂഡിങ് നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാര് എന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകളും. പൈസയും സ്വർണവും സ്ഥലവും വീടും കാറും ഒന്നും എന്തായാലും നമ്മുടെയല്ല, നമുക്കറിയാം. അതൊന്നും നമ്മുടെ കൂടെ വരാൻ പോകുന്ന കാര്യങ്ങളല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളും. ആരും തന്നെ, ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള ഒരു ബന്ധങ്ങളൊക്കെയാണ്. നമുക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധമാണ് ശാശ്വതമായിട്ടുള്ള ബന്ധം. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് കാര്യങ്ങൾ, ആ ബന്ധത്തെ നിലനിർത്തുവാനും ആ ബന്ധത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും വേണ്ടി നമ്മൾ കൂടുതൽ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതും കൂടെ ഇവിടെ പ്രഭുപാദ് ഭാവാർത്ഥത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശ്ലോകം 26. അഹോ അലം ശ്ലഗ്യ തമം യദോകുലം അഹോ അലം പുണ്യതമം മധുർവനം യദേശ പുംസാം ഋഷഭാശ്രിയപതിഃ സ്വജന്മനാ ചംക്രമണേന ചഞ്ചതി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. അഹോ അലം ശ്ലാഘ്യതമം യദോകുലം അഹോ അലം പുണ്യതമം മധോർവനം യദേശ പുംസാം ഋഷഭശ്രിയപതിഃ സ്വജന്മനാ ചംക്രമണേന ചഞ്ചതി. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അഹോ, രാജാവ് യദുവിന്റെ വംശം എത്ര പരമമായിട്ടാണ് ഗുണവർണ്ണനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സർവ്വ ജീവസത്തകളുടെയും പരമാധികാരിയും ഭാഗ്യദേവതയായ ലക്ഷ്മിയുടെ പതിയുമായ ഭഗവാൻ അവതരിക്കുകയും ബാല്യത്തിൽ അലസഗമനം നടത്തിയതുമായ മധുര എത്ര പുണ്യഭൂമിയാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, സ്ത്രീകൾ ഭഗവാനെ സ്തുതിക്കുമ്പോൾ എങ്ങനെയാണ് സ്തുതിക്കുന്നത് പറയുന്നു. യദുകുലം ഒരുപാട്
യദുകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മഹാത്മ്യം യദുകുലത്തെ സ്തുതിക്കുന്നു. കാര്യം ആ കുലത്തിലാണ്, അതേപോലെ യദുകുലത്തിൽ ഭഗവാൻ അവതരിക്കുന്നു. മാത്രമല്ല മധുര ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരഭൂമി എത്ര ഭാഗ്യം ചെയ്തിട്ടുള്ളതാണ്. മധുര എന്ന് പറയുമ്പോൾ, മധുര മണ്ഡലം എന്ന് പറയുമ്പോൾ വൃന്ദാവനം കൂടെ അതിൽ വരുന്നു. ശ്രീയപതി എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവി, ലക്ഷ്മിപതി ആരാണ്? ഭഗവാൻ കൃഷ്ണൻ തന്നെ. ഭഗവാൻ അവതരിച്ചിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് മധുര മണ്ഡലമൊക്കെ അതിമനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ മധുര മണ്ഡലത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. എത്രയോ പുണ്യം ചെയ്തിരിക്കുന്നു അവിടെയുള്ള ആളുകളും ആ സ്ഥലവും ഒക്കെ എന്നുള്ളതാണ് പറയുന്നത്. ഹസ്തിനാപുരത്തിലുള്ളവര് പറയുന്നു മധുരയെ കുറിച്ചും, അതേപോലെ തന്നെ യദു വംശത്തിലുള്ളവരെ കുറിച്ചും ഒക്കെ അവര് എടുത്തെടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഭഗവാന്റെ ആ ഒരു ഭഗവാൻ അവതരിക്കുന്ന സ്ഥലമെല്ലാം തീർച്ചയായിട്ടും പറയാനില്ല. അവിടെ ലക്ഷ്മി ദേവി ഉണ്ട്. കാര്യം ഭഗവാന്റെ കൂടെയാണ് എപ്പോഴും ലക്ഷ്മി ഉള്ളത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആളുകൾ ആഗ്രഹിക്കുന്നത് ലക്ഷ്മിയെ മാത്രമാണ്, ഭഗവാനെ ആഗ്രഹമില്ല. എന്നാൽ ലക്ഷ്മിപതി എന്ന് പറയുന്ന വ്യക്തി, ലക്ഷ്മിപതിയെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ലക്ഷ്മിയും കൂടെ വരുന്നു. കാര്യം ലക്ഷ്മി ദേവി ലക്ഷ്മിപതിയെ ഒരിക്കലും വിടുന്നില്ല. അല്ലെങ്കിൽ കൃഷ്ണനും രാധയും എപ്പോഴും ഒരുമിച്ചാണെന്നുള്ള പറയുന്ന പോലെ തന്നെയാണ് ശ്രീമൻ നാരായണനും ലക്ഷ്മി ദേവിയും ഒരുമിച്ചാണ് എപ്പോഴും. അതേപോലെ അപ്പോൾ അതിന്റെ അർത്ഥം അവരെ രണ്ടുപേരെയും മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമല്ല. ഇന്നത്തെ കാലത്ത് ആളുകൾ പൈസ മാത്രം, ലക്ഷ്മി മാത്രം, അല്ലെങ്കിൽ ഐശ്വര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നു. അത് നിർഭാഗ്യം എന്ന് തന്നെ പറയേണ്ട കാര്യമാണ്. ഭഗവാനെ ആരാധിക്കാൻ ആർക്കും സമയമില്ല. അപ്പൊ ഇവിടെ യദുകുലത്തെയും അതേപോലെ മധുര മണ്ഡലത്തെ കുറിച്ച് പറയുന്നു ഒരുപാട്, അതായത് സ്തുതിച്ചുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. വേണുഗീതത്തിലും ഒരു ശ്ലോകമുണ്ട്. വൃന്ദാവനം സഖിഭുവോ വിതനോതി കീർത്തിം യദ്ദേവകീ സുതപദാംബുജലബ്ധലക്ഷ്മി ഗോവിന്ദ വേണുമനുമത്ത മയൂര നൃത്യം പ്രേക്ഷ്യാദ്രിസാനവരതാന്യ സമസ്ത സത്വം. വൃന്ദാവനം സഖിഭുവോ വിതനോതി കീർത്തി. വൃന്ദാവനത്തിന്റെ മഹാത്മ്യം, വൃന്ദാവനത്തിന്റെ കീർത്തി ഒരുപാട് എല്ലായിടത്തും ലോകമെമ്പാടും എത്തി എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? യദ്ദേവകി സുത പദാംബുജ ലബ്ധലക്ഷ്മി. ദേവകി പുത്രൻ, അവിടെ ദേവകി എന്ന് ഉദ്ദേശിക്കുന്നത് യശോദറാണിയാണ്. കാര്യം ഗോപികമാര് പാടുന്നതാണ്. ഗോപികമാര് ദേവകി എന്ന് പറയുമ്പോൾ യശോദയാണ് ഉദ്ദേശിക്കുന്നത്. യശോദറാണിക്ക് ദേവകി എന്നുള്ള പേരുമുണ്ട്. യദ്ദേവകി സുത പദാംബുജ ലബ്ധലക്ഷ്മി. ആ ഭഗവാന്റെ യശോദറാണിയുടെ മകൻ കൃഷ്ണന്റെ ആ പാദാരവിന്ദങ്ങൾ തൊട്ടപ്പോൾ, ഈ ഒരു മധുര മണ്ഡലത്തിൽ വൃന്ദാവനത്തിൽ തൊടുമ്പോൾ, അത് സ്പർശിച്ചപ്പോൾ ആ ലക്ഷ്മിയും കൂടെ തന്നെ ഉണ്ട്, ലക്ഷ്മി ദേവിയും കൂടെ തന്നെ ഉണ്ട്. മാത്രമല്ല ഇത് ഈവൻ ആത്മീയ ലോകങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ പോലും, അല്ലെങ്കിൽ വേറെ ലോകത്തിലെ ഏത് സ്ഥലം, സ്വർഗം ഒന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഏറ്റവും ഐശ്വര്യപൂർണമായിട്ടുള്ള സ്ഥലമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. കാര്യം ഭഗവാന്റെ തൃപ്പാദങ്ങൾ അവിടെ പതിഞ്ഞപ്പോൾ. അതേപോലെയാണ് ഇവിടെയും പറയുന്നത്. മധുര മണ്ഡലത്തെക്കുറിച്ചും യദുകുലത്തെക്കുറിച്ചും ഇവിടെയുള്ള സ്ത്രീകൾ സ്തുതിക്കുന്നു. ശ്ലോകം 27. അഹോബതാസ്വർ യശസ്തിരസ്കരേ കുശസ്ഥലി പുണ്യ യശസ്കരി ഭുവഃ പശ്യന്തി നിത്യം യദ് അനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മ യത് പ്രജാ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. അഹോബദ സ്വയശസ്തിരസ്കരി കുശസ്ഥലി പുണ്യ യശസ്കരി ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതി സ്മ യത് പ്രജാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദ്വാരക സ്വർഗലോകങ്ങളുടെ യശസ്സിനെ പിന്തള്ളുകയും അപ്രകാരം ഭൂമിയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തത് നിസ്സംശയം അതിശയകരമാകുന്നു. ദ്വാരകയിലെ നിവാസികൾ എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവിനെ, ശ്രീകൃഷ്ണനെ പ്രേമയുധ ഭാവത്തോടെ സദാ ദർശിക്കുന്നു. അദ്ദേഹം
ശ്രീകൃഷ്ണ ഭഗവാൻ അവരെ കടാക്ഷിക്കുകയും വശ്യമനോഹരമായ മന്ദസ്മിതം തൂകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഇവിടെ പറയുന്നു ദ്വാരകയെ കുറിച്ച്. ദ്വാരകയുടെ ആ ഒരു സ്ഥാനം, ദ്വാരകയെ സ്തുതിക്കുന്നു. കാര്യം സ്വർഗലോകവും അല്ലെങ്കിൽ ഭൂമിയിലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ദ്വാരക എവിടെയാണ് എന്ന് പറയുന്നു. ദ്വാരക കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ദ്വാരകവാസികൾക്ക് ഒന്നാമത് ഭഗവാന്റെ തൃപ്പാദങ്ങൾ അവിടെ പതിയുന്നുണ്ട്. മാത്രമല്ല ദ്വാരകവാസികൾക്ക് ഭഗവാനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ, കാണുവാനുള്ള അവസരമാണ് ഉള്ളത്. അവര് ദ്വാരകവാസികൾ ഭഗവാനെ കാണുന്നു, അതേപോലെ തന്നെ ഭഗവാനോട് ഇടപഴകുന്നു, സംസാരിക്കുന്നു. അതേപോലെ തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷവും അവരിൽ പതിയുന്നു. ഭഗവാന്റെ കൂടെ നിൽക്കുവാനും ലീലകളിൽ പങ്കെടുക്കുവാനും ഒക്കെ അവർക്ക് സാധിക്കുന്നു. ദ്വാരകയിലുള്ള ദ്വാരകവാസികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദ്വാരക എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ പറയുന്നു ഒന്നുമല്ല ഇതിന്റെ മുമ്പിൽ എന്ന് പറയുന്നു. ശീലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ദ്വാരകയെ കുറിച്ച് എടുത്തു പറയുന്നു. ദ്വാരകയിൽ ഭഗവാൻ കൃഷ്ണൻ രാജാവായിട്ട് ഉണ്ടായിരുന്നു. ദ്വാരകയുടെ മഹാത്മ്യം പറയേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് പ്രഭുപാദ് പറയുന്നു 3 സ്ഥലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ. ഏതൊക്കെയാണ്? വൃന്ദാവനം, മഥുര, ദ്വാരക. എടുത്തു പറയുന്നു വൃന്ദാവനം, മഥുര, ദ്വാരക. കാര്യം ഭഗവാൻ കൃഷ്ണന്റെ ലീലകളും ഈ 3 സ്ഥലങ്ങളിലും നടന്നിട്ടുള്ളതാണ്. അദ്ദേഹം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. ശാശ്വത ലോകത്തും ഇന്നത്തെ കാലത്തും ഈ ഭൗതിക ലോകത്തിൽ ഭൗമ വൃന്ദാവനത്തിലും ഭൗമ മഥുര, ദ്വാരകയിലൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. അപ്രകടമായിട്ട് ഇതെല്ലാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ലീലകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ പ്രകടമായിട്ടുള്ള ലീലകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഈ സ്ഥലങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഇവിടെ പറയുന്നു. ഈ ബ്രഹ്മാണ്ടം മുഴുവൻ എടുത്താൽ പോലും വൃന്ദാവനം, മധുരവും, ദ്വാരകയും പോലെ വേറെ സ്ഥലങ്ങളില്ല എന്നാ പറയുന്നത്. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലം, അത്രയും നല്ല അല്ലെങ്കിൽ പുണ്യഭൂമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ന് പറയുന്നു. ഓക്കെ. പ്രഭുപാദ് പിന്നീട് പറയുന്നു, ഇവിടെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെയുള്ള ഈ ധാം, ദ്വാരകധാം, വൃന്ദാവൻ ധാം, മധുരധാം, ദ്വാരക, അവിടെയൊക്കെയുള്ള അന്തേവാസികൾക്ക് ഭഗവാനെ നേരിട്ട് കാണുവാനും ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കുവാനും ഭഗവാന്റെ ചിരിയും കളിയും ഭഗവാന്റെ കൃപാകടാക്ഷവും ഒക്കെ അവർക്ക് കിട്ടുന്നു. അങ്ങനെയുള്ളവർക്ക് പിന്നെ ഈ ഭൗതിക ലോകത്തിൽ, അവിടെയുള്ള അന്തേവാസികൾക്ക് ഭൗതിക ലോകത്തിൽ പിന്നീട് അവർക്ക് ജനിക്കേണ്ടി വരില്ല എന്നും പറയുന്നു. കാരണം ഭഗവാനെ നേരിട്ട് കാണുകയോ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള യോഗ്യതയുള്ളവർ മാത്രമാണ് അവിടെ ഉണ്ടാവുന്നത്. ആ യോഗ്യത അതിന്റെ അർത്ഥമാണ്. അതായത് ഇവൻ സാധനസിദ്ധരായിട്ടുള്ളവർക്കും അവരും പിന്നെ ഈ ഭൗതിക ലോകത്തിൽ പിന്നെ ജനിക്കില്ല. കാര്യം ഭഗവാന്റെ കൂടെ ആത്മീയ ലോകത്തിലേക്ക് അവരും തിരിച്ചു പോവും. അതുകൊണ്ട് ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട് അവരൊക്കെ എന്നാണ് പറയുന്നത്. 28. നൂനം വ്രതസ്ഥാന ഹുതാദിനേശ്വരഃ സമർച്ചിതോ ഹ്യസ്യ ഗൃഹീത പാണിഭിഃ പിബന്തി യാ സഖി അധരാമൃതം മുഹുർ വ്രജസ്ത്രിയാ സമ്മുമുഹുർയദാശയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചെല്ലട്ടെ പ്രഭു. വായിക്കൂ, ഒരാൾ വായിക്കൂ. ഹരേ കൃഷ്ണ, വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നൂനം വൃതസ്നാനു ഹുതാദിനേശ്വര സമർച്ചിതോ ഹി അസ്യ ഗൃഹീത പാണിഭിഃ പിബന്തി യാ സഖ്യ തരാമൃതം മുഹുർ വ്രജസ്ത്രിയാ സമുമുഹുര്യാത് ആശയഃ. വിവർത്തന ശ്രീല പ്രഭാതർ കി ജയ്.
അല്ലയോ സഹിമാരെ, അദ്ദേഹം പാണിഗ്രഹണം ചെയ്ത അദ്ദേഹത്തിന്റെ ഭക്തിമാരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രമാത്രം വ്രതങ്ങളും സ്നാനങ്ങളും യജ്ഞങ്ങളും വിശ്വേശ്വരനായ ഭഗവാന്റെ ഉത്തമമായ ആരാധനയെ നിർവഹിച്ചിട്ടായിരിക്കണം അവർക്ക് ഭഗവാന്റെ ഈ അധരാമൃതം ഇപ്പോൾ ഇടപെടാതെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. വ്രജഭൂമിയിലെ യുവതിമാർ ഇത്തരം ആനുകൂല്യം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് മാത്രം പലപ്പോഴും മോഹാലസ്യപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, ദ്വാരകയിലുള്ള ഭഗവാന്റെ രാജ്ഞിമാരെല്ലാവരും, ഇവിടെ ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ പറയുന്നതാണ് അവരുടെ ആ ഒരു സ്ഥാനം. അതായത് എത്രയോ വ്രതങ്ങൾ എടുത്തിട്ടുണ്ടാവും, എത്രയോ യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഭഗവാനെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഭഗവാനെ ആരാധിച്ചിട്ടുണ്ടാവും. അതെല്ലാം ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ഭഗവാന്റെ സാമീപ്യം കിട്ടുന്നതും ഭഗവാന്റെ അധരാമൃതം ആസ്വദിക്കാനുമുള്ള ഒരു അവസരം അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി വ്രജഗോപികമാരെ കുറിച്ച് പറയുവാണെങ്കിലോ അവരുടെ കാര്യം ഒന്നുകൂടെ മുകളിലാണ്. തീർച്ചയായിട്ടും വ്രജഗോപികമാര് ഇങ്ങനെയുള്ള ഭഗവാന്റെ ആ ഒരു അധരാമൃതവും അല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ള ഒരു സംവാദം സമ്പർക്കമൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവര് മോഹാത്സ്യപ്പെട്ടു വീഴുന്നു. അത്രമാത്രം അവരുടെ ഭാവവും അവരുടെ സ്നേഹവും ആണ്. കാര്യം ഭഗവാനും അതേപോലെ തന്നെ ഗോപികമാരോട് പറയുന്നുണ്ട്, ഗോപിഗീതം കഴിഞ്ഞതിന് ശേഷം പാരയം, അതായത് അദ്ദേഹം പറയുന്നു, എനിക്ക് വഴിയില്ല, തിരിച്ചെങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്നാണ് ഗോപികമാരോട് പറയുന്നത്. എന്നാൽ ദ്വാരകാവാസികളോട് ഭഗവാൻ അങ്ങനെ പറയുന്നില്ല. അവർ ആഗ്രഹിക്കുന്നത് പോലെ ഭഗവാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാം. ഗോപികമാരുടെ മുമ്പിലും രാധാറാണിയുടെ മുമ്പിലും വരുമ്പോൾ ഭഗവാൻ തോൽക്കുന്നു. തിരിച്ചെങ്ങനെ? കാര്യം അവരുടെ സ്നേഹവും ആ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന്റെ ആ അളവും ആ ഒരു വ്യാപ്തിയും അതിന്റെ ഒരു ഡെപ്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഭഗവാന് പോലും സാധിക്കുന്നില്ല. അതാണ് അവരുടെ സ്ഥാനം. അതുകൊണ്ടാണ് അതേ കൃഷ്ണൻ തന്നെ രാധായ പ്രണയ മഹിമ കീദൃശോവാനൈവ സ്വാദ്യോ യേനാദ്ഭുത മധുരിമ കീദൃശോവാ മദീയ സൗഖ്യം ചാസ്യ മത് അനുഭവത. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തെ കുറിച്ച് പറയുന്നത്. രാധാഭാവ ദ്യുതിസൂലിതം നൗമി കൃഷ്ണ സ്വരൂപം. രാധാകൃഷ്ണൻ ഒരുമിച്ച് ചേർന്ന് വരുന്നു. രാധാകൃഷ്ണ പ്രണയ മഹിമ, രാധാകൃഷ്ണന്റെ ആ ഒരു രാധയും കൃഷ്ണനും കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് വരുന്നതാണ് മഹാപ്രഭു. ആക്ച്വലി മഹാപ്രഭു വരുന്നതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. ഭഗവാന്റെ അല്ലെങ്കിൽ ശ്രീമതി രാധാറാണിയുടെ ഗോപികമാരിൽ വെച്ച് ചൂടാമണിയാണ് രാധാറാണി. രാധാറാണിയുടെ ഭാവം എന്താണെന്ന് തിരിച്ചറിയാനാണ് ചൈതന്യ മഹാപ്രഭുവായി കൃഷ്ണൻ വരുന്നത്. അപ്പോൾ ഗോപിഗീതം കഴിയുമ്പോൾ ഭഗവാൻ പറയുന്നതാണ്, എനിക്ക് എങ്ങനെ തിരിച്ച് തരണം, എനിക്ക് എങ്ങനെയാണ് റെസിപ്രോക്കേറ്റ് ചെയ്യേണ്ടെന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ ഒരു സ്ഥാനം, നിങ്ങളുടെ ഒരു ഭാവത്തെ കുറിച്ച് എനിക്ക് ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല, ഞാൻ തോറ്റുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അത് മനസ്സിലാക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവായി അവതരിക്കുന്നു. അതാണ് ഇവിടെ ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ ഭഗവാനെ സ്തുതിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോൾ ബദ്ധാവസ്ഥയിലാണുള്ളത്. എന്നാൽ മുക്താവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ സ്വരൂപത്തെ തിരിച്ചറിയാൻ ഉള്ള അവസരം നമുക്ക് കിട്ടുന്നു. അതായത് ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ഭാവം, രസം എന്താണെന്നുള്ളത്, അത് സഖ്യരസമാണോ, ശാന്തരസമാണോ, ദാസ്യരസമാണോ, സഖ്യരസമാണോ, വാത്സല്യരസമാണോ, മാധുര്യരസമാണോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയില്ല. എന്നാൽ ആ സ്വരൂപം തിരിച്ചറിയുന്ന സമയത്ത് അത് വെളിപ്പെടുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഇത് എപ്പോഴാണ് വെളിപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാനും അതേപോലെ തന്നെ ഗുരുവിനും മാത്രമേ അറിയുള്ളൂ. ഭഗവാന്റെയും ഗുരുവിന്റെയും അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇത് തിരിച്ചറിയുന്നത്, ഇത് വെളിപ്പെടുന്നത്. ഇല്ലാത്ത പക്ഷം ഇത് പുറത്തേക്ക് വരില്ല. ഇപ്പോൾ നമ്മുടെ സാധക അവസ്ഥയിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. രാഗഭക്തിയിലേക്ക് നമ്മൾ വരുമ്പോൾ, വൈദ്യസാധന ഭക്തിയിൽ ഇരുന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ രാഗഭക്തിയിലേക്ക് പ്രവേശിച്ച് ഗുരുവിന്റെയും ഭഗവാൻ കൃഷ്ണന്റെയും രാധാറാണിയുടെയും കാരുണ്യം കൊണ്ട് നമുക്കിതെല്ലാം അനുഭവിക്കാനുള്ള അവസരം കിട്ടും. അപ്പോൾ സ്വരൂപത്തെ തിരിച്ചറിയുന്നു.
ഏത് ഭാവത്തിലാണ് നമ്മൾ ഭഗവാനെ സേവിക്കുന്നത് എന്നുള്ളതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ വൈദ്യ സാധന ഭക്തിയാണ് മാർഗം. അതുകൊണ്ടാണ് രൂപഗോസ്വാമി പറയുന്നത് വൈദ്യ സാധനയിലൂടെ നമുക്ക് രാഗഭക്തിയിലേക്ക് പ്രവേശിക്കാം. രാഗഭക്തിയിലൂടെയാണ് പിന്നീട് ഭാവഭക്തി, പിന്നെ പ്രേമം എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പോൾ ആ സമയം അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ ഓരോരുത്തരും ഉയരേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ആ ഒരു പ്രോസസ്സിലാണ് നമ്മളുള്ളത് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഭഗവാൻ പ്രഭുപാദ് പറയുന്നു, രണ്ട് തരത്തിലുള്ള അതായത് മാധുര്യ രസത്തിൽ രണ്ട് തരത്തിലുള്ള ഭക്തരുണ്ട് എന്നുള്ളത്. ഒന്ന് സ്വകീയ, ഒന്ന് പരകീയ. സ്വകീയ എന്ന് പറയുമ്പോൾ ദ്വാരകയിലുള്ള രാജ്ഞിമാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്വകീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചുകൊണ്ടുള്ള ആ ഒരു റിലേഷനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ഈവൻ ആത്മീയ ലോകത്തിലെ ദ്വാരകയിലും അങ്ങനെ തന്നെയാണ്. ഭഗവാന്റെ ഭാര്യ എന്നുള്ള ഒരു പൊസിഷനാണ് ഈ രാജ്ഞിമാർക്കൊക്കെ അവിടെയും ഉള്ളത്. അതിനെ സ്വകീയ എന്ന് പറയുന്നു. പരകീയ എന്ന് പറയുമ്പോൾ ഗോപികമാരുടെ ആ ഒരു സ്നേഹബന്ധം, അത് ആക്ച്വലി സ്വകീയത്തെക്കാൾ മുകളിലാണ്. കാര്യം പരകീയ ഭാവത്തിൽ പ്രേമത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി ഒരുപാട് കൂടുതലാണ്. ഒരിക്കലും ഈ ലോകത്തിൽ ഈ പരകീയ ഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനോ കേൾക്കുവാനോ അറിയുവാനോ നമുക്ക് സാധിക്കില്ല. അത് ആത്മീയ ലോകത്തിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വരദാനമാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരകീയ എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായിട്ടുള്ള രീതിയിൽ ആളുകൾ വളച്ചൊടിക്കുന്നു. എന്നാൽ ആത്മീയ ലോകത്ത് ഏറ്റവും വലിയ സ്ഥാനമാണ് അതിനുള്ളത്. അതിന്റെ അർത്ഥം കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ഭാവമല്ല. ഇവിടെ ആവുമ്പോൾ അത് തെറ്റാണ്, അവിടെ ആവുമ്പോൾ തെറ്റല്ല. കാര്യം അതിൽ ഉള്ള ആ ഭഗവാനും ഗോപികമാരും തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അതീന്ദ്രിയമാണ്. അതുകൊണ്ട് ഈ ഒരു ബുദ്ധിയിലിരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെയുള്ള യോഗ്യത നമുക്കില്ല, ചർച്ച ചെയ്യാനുള്ള യോഗ്യത ഒട്ടുമില്ല. അപ്പോൾ അതാണ് പരകീയ ഭാവം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ലെവലാണത്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പൊസിഷനാണ്. കാര്യം അത്രമാത്രം പ്രേമമാണ്, സ്നേഹമാണ് ആ ഭക്തർക്കുള്ളത്, ആ ഭാവത്തിലുള്ളവർക്ക്. അവരെ പോലെ വേറെ ആർക്കും ഉണ്ടാവില്ല. മതമിളകിയ ആനയെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചങ്ങല പൊട്ടിച്ച് ആന പോകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ആനയുടെ ശക്തി. അതേപോലെയാണ് പരകീയ ഭാവം. അങ്ങനെ നമുക്ക് ഒരു കമ്പാരിസൺ ഇപ്പൊ പറയാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം ശക്തിയാണുള്ളത്. അതിൽ ഭഗവാന് പോലും അത്ഭുതമാവുന്നു, ഭഗവാന് പോലും മനസ്സിലാവാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ചൈതന്യ മഹാപ്രഭു ആയത്. രാധാറാണിയും മറ്റുള്ള ഗോപികമാരും ഒക്കെ ആ പരകീയ ഭാവത്തിലാണ് ഭഗവാനോടുള്ള ആ ഒരു പ്രേമം അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഒരു റിലേഷൻ അങ്ങനെയാണ് മാധുര്യ രസത്തിൽ ഉള്ളത്. അത് മനസ്സിലാക്കാനാണ് ഭഗവാൻ സാധിക്കാത്തത്. അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് മഹാപ്രഭുവായി വരുന്നതും അത് അനുഭവിക്കുന്നതും അദ്ദേഹം മനസ്സിലാക്കുന്നതും. അതാണ് പ്രഭുപാദ് ഇവിടെ ചെറുതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്, ഭാവാർത്ഥത്തിൽ. ഓക്കെ, 29 മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. 29 അടുത്ത ആഴ്ചയിൽ നമുക്ക് 29 മുതൽ 36 ശ്ലോകങ്ങളാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു അധ്യായം തീർക്കാൻ സാധിക്കുമെന്ന്, തീർക്കുക എന്നുള്ളതല്ല, തീരുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കും. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഓരോരുത്തരോടും. ഓരോ ദിവസവും മുടങ്ങാതെ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള ഭാഗവതം കേൾക്കുവാനും ഭാഗവതം പഠിക്കുവാനും വായിക്കുവാനുമുള്ള ആഗ്രഹത്തിന് മുമ്പിൽ ഞാൻ സാദരം പ്രണാമം സമർപ്പിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രഭു, ഞാൻ ഓക്കെ, ശരി. ഹരേ കൃഷ്ണ. എന്നോട് ക്ഷമിക്കണം, പറയുന്നതിന്റെ ഇടയിൽ എന്തോ. ഹരേ കൃഷ്ണ, ഒന്നുമില്ല എനിക്ക് പറയാൻ. താങ്ക് യു.
സംശയമുണ്ടോ ആർക്കെങ്കിലും? പ്രഭു, നമുക്ക് ഈ കലികാലത്തിൽ ഭഗവാന്റെ രൂപാവതാരം ഇല്ല. നമ്മൾ ഈ ഭാഗവതവും വായനയും നാമൊക്കെ ഉള്ളു, അല്ലാതെ അവതാരം ഇല്ല കലികാലത്തിൽ. ലാസ്റ്റ് ഉണ്ടാവും. ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിലെ അവതാരമല്ലേ? ചൈതന്യ മഹാപ്രഭു 500 വർഷങ്ങൾ മുമ്പാണ് കലിയുഗത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം വന്നതുകൊണ്ടല്ലേ നമ്മൾ ഇന്നൊക്കെ ഇവിടെ ഇരിക്കുന്നത്. മഹാപ്രഭുവിന്റെ മഹാകൃപ കൊണ്ടാണ് ഹരിനാമം നമ്മുടെ കയ്യിലുള്ളത്, നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഭാഗവതം ഇന്ന് പഠിക്കാൻ സാധിക്കുന്നതൊക്കെ. ഇനി കലിയുഗത്തിന്റെ അവസാനം കൽക്കി എന്ന് പറയുന്ന അവതാരമുണ്ട്. പക്ഷെ ആ അവതാരത്തിന്റെ ഉദ്ദേശം വേറെയാണ്. എല്ലാം അതായത് യുഗം മാറുന്നതിന്റെ ഒരു സമയത്താണ് വരുന്നത്. അപ്പൊ യുഗം ചേഞ്ച് ആവുമ്പോൾ ചെയ്യേണ്ട കുറച്ച് ദൗത്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്യാനാണ് വരുന്നത്. എന്നാൽ ഭഗവാന്റെ ആ ഒരു മഹാകൃപ അവതാരം മഹാപ്രഭുവാണ് കലിയുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭുജി. ഭഗവാന്റെ വിരഹം കൊണ്ട് ഗോപികമാര് ബോധരഹിതരായിട്ട് വീണു എന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് ദ്വാരകാവാസികൾക്കും അതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പ്രഭുജി പറഞ്ഞു കേട്ടു. അതുപോലെ തന്നെ ഹസ്തിനപുരത്തിലെ ആൾക്കാരും പാണ്ഡവരുൾപ്പെടെ ഭഗവാന്റെ വിരഹത്തില് അവർക്കും അസഹനീയമായിട്ടുള്ള വേദന കൊണ്ട് അവർക്കും ബോധക്ഷയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ, നമ്മൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ചിന്തിക്കുന്നതിനും അപ്പുറം നമുക്ക് അങ്ങനെ ഒരു വിരഹം അറിഞ്ഞൂടാ. അപ്പൊ ഭഗവാൻ ഒരു ശരീരത്തിൽ നിന്ന് പ്രാണം പോകുമ്പോൾ ആ ശരീരം വീണു പോകും പോലെ, നിലനിൽപ്പില്ലാത്ത പോലെ, അതുപോലെ ആയിരിക്കണം അവർക്ക് അത്രയും സ്നേഹം ഭഗവാനോട് ഉണ്ടായത്. പിന്നെ വേറെ ഒരു കാര്യം, ഭഗവാന്റെ ഒടൊപ്പം ലക്ഷ്മി ദേവി വസിക്കുന്നു എന്ന് പ്രഭുജി പറഞ്ഞു. ലക്ഷ്മി ദേവിയെ മാത്രമായിട്ട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല, കാരണം ഭഗവാന്റെ ഒപ്പമേ ദേവി ഉണ്ടാവുകയുള്ളൂ. രണ്ട് മൂന്നിടത്ത് നമുക്ക് വൃന്ദാവനത്തിൽ തന്നെ നമുക്ക് അറിയാം ഭഗവാന്റെ ആ പാദം പതിഞ്ഞ മണ്ണിന്റെ സമൃദ്ധി, ആ പശുക്കളൊക്കെ പാല് ചുരത്തിയതും വെണ്ണ കൊണ്ടും. അപ്പൊ ഭഗവാൻ ജനിച്ചപ്പോ തന്നെ അവിടെ ആ വെണ്ണ കൊണ്ട് ഒക്കെ അവര് വാരി എറിഞ്ഞ കഥയൊക്കെ ശ്രീല പ്രഭുപാദ് കൃഷ്ണ പുസ്തകത്തിൽ എഴുതി വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദ്വാരകയെ നമ്മൾ സുധാമാവിന്റെ കണ്ണുകളിലൂടെ കണ്ടിട്ടുണ്ട് ആ ഐശ്വര്യം എന്താണെന്ന്. സുധാമാവ് പേടിച്ചാണ് പോയത്. ഇനിയിപ്പം ഞാൻ ഇങ്ങനെ ഇത്രയും കീറിപ്പറഞ്ഞ വസ്ത്രത്തോടു കൂടിയും വേഷമൊക്കെ ഇങ്ങനെ ആയിട്ട് മുഷിഞ്ഞിട്ട് പോകുമ്പോൾ അപ്പം അദ്ദേഹം കാണുന്ന ആ കണ്ണുകളിലൂടെ നമ്മുടെ ഉള്ളിലോട്ട് ആ കാഴ്ച കയറിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഭുജി ഇപ്പം ഈ ഹസ്തിനപുരത്തിൽ വന്നപ്പം കുന്തി ദേവി പറഞ്ഞു, ഭഗവാന്റെ പാദസ്പർശത്താൽ പുഴകൾ പോലും, പർവ്വതങ്ങൾ പോലും, സമുദ്രങ്ങൾ പോലും, മരങ്ങൾ പോലും, പശുക്കളുടെ അകിടിൽ നിന്ന് പാല് പോലും, അങ്ങനെ അതൊക്കെ എന്തു പറയാൻ, ഭഗവാന്റെ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ലക്ഷ്മി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഐശ്വര്യത്തിന്റെ പ്രസരണം എന്ന് പറയാം. നമുക്ക് പറഞ്ഞാൽ തീരാത്തതുണ്ട് പ്രഭുജി ഭഗവാനെ കുറിച്ച് പറയും. താങ്ക് യു ഗീത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഭഗവാന്റെ ലീലകള് അവർണ്ണനീയമാണ്. നമുക്ക് ഈ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മനുഷ്യജന്മമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മനുഷ്യരുടെ ആണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായത്. എത്രയോ ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അവർക്കൊന്നും ഭഗവാൻ ഒന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവരവരുടേതായ കാര്യങ്ങൾ എത്ര ഇതായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മനുഷ്യർക്കാണ് ഭഗവാൻ കൂടെ നടന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഭഗവാന്റെ ലീലകളിലൂടെ കാണിച്ചു കൊടുത്തു. അതുപോലെ എത്ര വളരെ മൃഗാവതാരം വരെ, അതെല്ലാം അവതാരങ്ങളിൽ കൂടെയാണ് ഭഗവാൻ പുരുഷോത്തമനാണെന്നുള്ള ആ ഒരു കാര്യം തന്നെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. പക്ഷെ അത് ഭഗവാൻ തരുന്ന ആ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ ഇന്നും ആരും ശ്രമിക്കുന്നുമില്ല. എപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ആരും അത് അറിയുന്നില്ല. എല്ലാം നമ്മളുടെ കഴിവുകൊണ്ടാണ് ഈ ലോകം നടക്കുന്നത്. ഞാനാണെന്നുള്ള ആ ഞാനെന്ന ഭാവം അതാണ് എല്ലാ വ്യക്തികളുടെ ഉള്ളിൽ. അത് മാറിക്കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടത്തുള്ളൂ. പക്ഷെ ഭഗവാന്റെ ആ അനുഗ്രഹങ്ങളും ഭഗവാൻ ചെയ്തിരിക്കുന്ന ഓരോരോ ലീലകളും കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അവതരിച്ചു
മന്ദരപർവ്വതം പൊക്കാൻ വേണ്ടി താന്നു പോയപ്പോഴും വീണ്ടും അത് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് ഭഗവാൻ അത് കടഞ്ഞതും ദേവന്മാരെയും അസുരന്മാരെയും അദ്ദേഹം അതെല്ലാം മനുഷ്യനന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഭഗവാന്റെ ആ ലീലകളെ കുറിച്ച് നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. ഹരേകൃഷ്ണ പ്രഭുവിന്റെ ഓരോ ക്ലാസ്സിലും വളരെ വളരെ ഭക്തിയോടുകൂടി അത് ഇരുന്നങ്ങ് കേട്ടുപോകും. വളരെ മനോഹരമായ ക്ലാസ്സാണ്. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭ മാതാജി. ഓക്കെ, താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അടുത്ത ആഴ്ച കാണാം. നിങ്ങൾ ഓരോരുത്തരുടെയും പാദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. നിങ്ങളുടെ ഒരു കൃപ കൊണ്ട് എനിക്ക് ഈ ഒരു മണിക്കൂർ, തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ 1 മണിക്കൂറോളം ഭഗവാനെ കുറിച്ച് കേൾക്കുവാനും പറയുവാനും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു അതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു. അതെല്ലാം നിങ്ങളുടെ കൃപയാണ്. ഓരോരുത്തരുടെയും പാദങ്ങളിൽ ഞാൻ സാദരം പ്രണാമം സമർപ്പിക്കുന്നു. ദയവ് ചെയ്ത് പ്രാർത്ഥിക്കണം. നമുക്ക് പറ്റുന്ന പോലെ ഭഗവാന്റെ കൃപയോടുകൂടി കൂടുതൽ ഒരുമിച്ച് ശ്രീമദ് ഭാഗവതം പഠിക്കാം. ഭാഗവതം ഇപ്പോൾ 10ാമത്തെ അധ്യായമായി. വളരെ അധികം സമയമെടുത്തിട്ടില്ല. കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. കുറച്ച് മാസങ്ങളിൽ തന്നെ നമുക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് ഇത്രയും പഠിക്കാൻ സാധിച്ചു. ഇനി അടുത്ത 9 അധ്യായങ്ങൾ അങ്ങോടെയുണ്ട്. 19 അധ്യായങ്ങളാണ് ഈ ഒരു സ്കന്ധത്തിൽ. അതിനുശേഷം പിന്നെ 2ാമത്തെ സ്കന്ധം കുറച്ച് ടെക്നിക്കലാണ്. പിന്നെ 3, 4, 5, 6 അങ്ങനെ മുന്നിൽ കിടക്കുന്നു. ദശമസ്കന്ധം എത്തുവാൻ സമയമുണ്ട്. പക്ഷെ അതിനു മുമ്പും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനും കേൾക്കുവാനും ചർച്ച ചെയ്യാനുമുണ്ട്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഭാഗവതം കേൾക്കുവാനും വായിക്കുവാനും പഠിക്കുവാനും ചൊല്ലുവാനും ശ്ലോകങ്ങൾ ചൊല്ലുവാനും ഒക്കെ ഉള്ള ആഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തോന്നട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. താങ്ക് യു. ശില പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. നമുക്ക് പ്രഭുജിയുടെ യാതൊരു തടസ്സവും കൂടാതെ ഇത് മുമ്പോട്ട് പോകുന്നതിലേക്ക് വേണ്ടി പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആദരവപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ രൂപേക്ഷ കൃപാ സിന്ധുഭേവ ച പതിദാന ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनेक कोटि वैष्णव वृंद की हरिनाम संकीर्तन यज्ञ के हरे कृष्ण महामंत्र की श्रील प्रभुपाद की जय. श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्ण प्रभु जी. धन्यवाद. प्रणाम. हरे कृष्ण. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. എല്ലാവരോടും നന്ദി പറയുന്നു. ഹരി ബോൾ. ഹരേ കൃഷ്ണ. हरे कृष्ण.